ലക്ഷ്മി, വല്ലാതെ തളർന്നിരിക്കുന്നു. വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കുക. വീടോ? ഇനി കുറച്ച് ദിവസത്തേക്ക് എനിക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. അനന്തേട്ടന്റെ കുടുംബം വന്നിട്ടുണ്ട്. എനിക്കും അടുത്തു. മനസ്സിനിഷ്ടപ്പെട്ട ബന്ധങ്ങളോ ബന്ധനങ്ങളോ ഏറെ ഇല്ല ഇവിടെ. ഉള്ളവയുടെ തന്നെ പരിണാമം ഓർത്ത് എനിക്ക് ഭയം തോന്നുന്നു. എന്റെ ആഗ്രഹങ്ങൾക്ക് എവിടെയും സ്ഥാനമൊന്നുമില്ല. പക്ഷെ എനിക്കതൊന്ന് പ്രകടിപ്പിക്കെങ്കിലും ചെയ്യാലോ. നിങ്ങൾ പലപ്പോഴും പറയാറില്ലേ നിങ്ങളുടെ അശാന്തിയെക്കുറിച്ച്? ഇപ്പൊ നിങ്ങളുടെ സാന്നിധ്യം എനിക്ക് അശാന്തി ഉണ്ടാക്കുന്നു. പക്ഷെ ആ അശാന്തി എനിക്ക് വേണം. ഐ ലവ് ഇറ്റ്. നോ, അരുത് ലക്ഷ്മി, അരുത്. ബന്ധങ്ങളുടെ പരിധി ലംഘിക്കാൻ ഞാനില്ല, ഒരിക്കലും, ഒരിടത്തും. ചേട്ടൻ വിചാരിക്കുന്ന പോലെ ഞാൻ വെറുതെ ഇരിക്കൊന്നും ആയിരുന്നില്ല. ഫ്രണ്ട്സിനിടയിൽ തന്നെയുള്ള 3-4 വക്കീൽമാരുമായി ഞാൻ ഡിസ്കസ് ചെയ്തു. അച്ഛന് സ്വമേധയാ വേണമെങ്കിൽ തുല്യവീതം കൊടുക്കാം. ഇനി കൊടുത്തില്ലെങ്കിൽ തന്നെ ദത്തന് കേസ് പറഞ്ഞു വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. അച്ഛൻ ഉറങ്ങിയോ? നീ വെക്കൂ. വിഷ്ണു പറഞ്ഞ 2 കാര്യങ്ങളും ഉടനെ സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ സംഭവിക്കാം. ദത്തൻ ഇനിയും ഈ നാട്ടിൽ തുടർന്നാൽ അതിന് സാധ്യത കാണുന്നില്ല. കയ്യിൽ ഇപ്പോഴും ഇരിക്കുന്നത് ഫ്രഞ്ച് പാസ്പോർട്ടല്ലേ? ഇവിടം ശരിയല്ല എന്ന് തോന്നിയാൽ അവൻ മടങ്ങിപ്പോകുമെന്ന് തന്നെയാ എന്റെ മനസ്സ് പറയുന്നത്. ഇവിടമാണ് സ്വർഗമെന്ന് തോന്നിയാലോ? പടി അടച്ച ആള് തന്നെയല്ലേ ഇപ്പൊ പടി തുറന്നു കൊടുത്തത്. ഒറ്റയ്ക്ക് താമസിക്കാൻ ഒരു 1-ാം തരം ബംഗ്ലാവ്, കലയുടെ പേരും പറഞ്ഞു കൂത്താടാൻ കലാക്ഷേത്രം, വശീകരണം പ്രൊഫഷണലായി പഠിച്ച രാജലക്ഷ്മി കൂട്ടിന്. അയാൾ എന്തിന് ഇവിടം വിട്ടു പോണം? പോവില്ല. പോകും, പോകണം. എങ്ങനെ? എടോ, പറക്കുന്ന പട്ടത്തിന് ഭൂമിയിലേക്കെന്നല്ല എങ്ങോട്ടും തന്നെ മടങ്ങണമെന്നില്ല. അതിന് ലക്ഷ്യമില്ല. പിടിച്ചു നിർത്തുന്ന ചരടാണ്. അത് മുറിക്കുക, മർമ്മസ്ഥാനത്ത് വെച്ച്. നോ, സ്റ്റോപ്പ് ഇറ്റ്. അനാവശ്യം പറയുന്നുണ്ട്. അതിലുണ്ട്. അനാവശ്യമല്ല അനന്തേട്ടാ, പറയാനുള്ളത് പറഞ്ഞല്ലേ പറ്റൂ. ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ്. നിങ്ങളുടെ കുടുംബകാര്യത്തിലേക്ക് ലക്ഷ്മി എന്തിനാ വലിച്ചഴക്കുന്നത്? ഞാനും അത് തന്നെയാ പറയുന്നത്. വലിച്ചഴയ്ക്കുന്നതാണോ വലിഞ്ഞു കയറുന്നതാണോ അത് ഞങ്ങൾക്ക് അറിഞ്ഞു. നീലകണ്ഠൻ ഭാഗവതരുടെ പേര് ലോക്കൽ പോലീസ് സ്റ്റേഷൻ വരെ വലിച്ചഴിച്ചിട്ടും ഞാനോ ദാമോദരനോ ഒരു പരാതിയും നിങ്ങളോട് പറഞ്ഞില്ല. പക്ഷേ ഇപ്പൊ കാര്യങ്ങളൊക്കെ ആ പരിധി കഴിഞ്ഞിരിക്കുന്നു. കൂടെ നൃത്തം ചെയ്യുന്ന ഒരു നർത്തകിയെ സഹോദരിയായി കണക്കാക്കണം എന്നൊന്നും പടിഞ്ഞാറൻ സംസ്കാരത്തിലില്ല. നിങ്ങൾ നാട്ടിലായിരുന്നപ്പോ കലാക്ഷേത്രത്തിലും മാമ്പലത്തെ ഞങ്ങളുടെ വീട്ടിൽ നടന്നത് എന്താണെന്ന് കൂടുതൽ വിസ്തരിക്കുന്നില്ല. ദത്തൻ ഉണ്ടായാലും ശരി പോയാലും ശരി നമ്മൾ കുടുംബ സുഹൃത്തുക്കളാണ്. ഞങ്ങളത് മറന്നിട്ടില്ല. അനന്തേട്ടനത് മറക്കരുത്. എന്താ തിരുമേനി? ചതിച്ചടോ? എന്തായി പറയണേ? എന്റെ മകനും മരുമോനും കൂടെ എന്നെ ചതിച്ചു. ബാങ്കിൽ നിന്നും എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ നിന്നും കണക്കിപ്പെടാതെ ലക്ഷക്കണക്കിന് രൂപ അവന്മാർ ഒതുക്കി. രണ്ടും ഇപ്പൊ നഷ്ടത്തിലാ. ചവിട്ടി നിന്ന മണ്ണ ഒലിച്ചു പോയിരിക്കുന്നത്. ഞാനിത് ഇപ്പോഴാണല്ലോ അറിയുന്നത്. വെറുതെ അതും ഇത് ആലോചിച്ച് ഇനിയും രോഗം വരുത്തണ്ട. വണ്ടിയിലോട്ട് കയറിയേ. അതെ, അച്ഛൻ കുറച്ചു മുമ്പ് ഇവിടെ വന്നിരുന്നു. അക്കൗണ്ട് ബുക്സ് ഒക്കെ എടുത്തുകൊണ്ട് പോയി. ഞങ്ങളോട് ചോദിക്കാതെ കണക്കെഴുതാൻ കൊടുത്തു എന്തിനാ? സാർ അത് ആരാ? കുഴഞ്ഞല്ലോ വിഷ്ണു. ഓഡിറ്ററാ. അയാൾ ഇല്ലാത്ത സമയത്ത് അയാളുടെ അസിസ്റ്റന്റിന്റെ കയ്യിൽ നിന്ന് അച്ഛൻ അക്കൗണ്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ട് പോയെന്ന്. എങ്ങോട്ട്? വക്കീലാഫീസിലൊക്കെ ആയിരിക്കും. ഇനി എന്താ ഒരു മാർഗം? അതാ ഞാനും ആലോചിക്കുന്നു. ഒരു രൂപവും കിട്ടുന്നില്ലല്ലോ. വേണ്ട.
വല്ലാതെ വേർക്കുന്നുണ്ട്. സംസാരമൊക്കെ നാളെ മതി. ചെന്ന് വിശ്രമിച്ചാട്ടെ. ഇന്നും കൂടെ എനിക്ക് വിശ്രമമുള്ളൂ. നാളെ മുതൽ നിനക്കൊക്കെ വിശ്രമിക്കാം. ബാങ്കും കമ്പനി ഒന്നും ഭരിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല. എല്ലാം ഞാൻ അറിഞ്ഞു. അച്ഛാ, നീലാണ്ടം ബാധരെ ഇനി വിഡ്ഢിയാക്കണ്ട. തന്റെ നിറയെ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടല്ലോ. വേറെ തൊഴിൽ അന്വേഷിച്ചു. ഒറ്റ ചില്ലി തരില്ല ഒരുത്തനും. കട്ട മുതൽ എണ്ണി ഞാൻ പുറത്തെടുപ്പിക്കും. നീലാണ്ടം വഞ്ചന മാത്രം സഹിക്കില്ല. ഇന്നൊരൊറ്റ രാത്രിയുടെ കഴിയവിടെ. നാളെ എന്റെ കൺമുമ്പിൽ കണ്ടുപോരുത്. രാവിലെ വന്നിട്ട് ഇപ്പോഴാണല്ലോ വിളിക്കാൻ തോന്നിയത്. മോളുടെ കല്യാണത്തിന്റെ കാസറ്റാ. ആൽബം കിട്ടാൻ 2 ദിവസം കൂടെ വൈകും. റെഡി ആവുമ്പോ കൊറിയറിൽ അയക്കാൻ പറഞ്ഞു. ഓ, പാർട്ടി കഴിഞ്ഞപ്പോ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഏതോ ഒരു കൃഷ്ണകുമാരിയുടെ. എന്തോ ഒരു ബോറ്. താനുണ്ടായിരുന്നെങ്കിലേ അവളെ സ്റ്റേജിൽ കയറി തല്ലുമായിരുന്നു. കമാ, എന്താ മുഹൂർത്തമായി? തിരക്കില്ലല്ലോ, ഞാൻ പിന്നെ കണ്ടോളാം. ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത് ഇന്നൊരു രാത്രിക്ക് വേണ്ടിയാണ്. നാളെ മുതൽ ഒരാഴ്ചത്തേക്ക് കൂടെ നീ കലാക്ഷേത്രത്തിൽ പോയി താമസിക്കേണ്ടി വരും. ഉഷയും ഭർത്താവിനെയും ഞാൻ ഇങ്ങോട്ട് ക്ഷണിച്ചു. ഹണിമൂണിന് അവര് സിംലയ്ക്ക് പോകുന്ന വഴിയാ. ഒരാഴ്ച ഇവിടെ ഉണ്ടാവും. ഇന്നൊരു രാത്രിക്ക് വേണ്ടിയായിരുന്നല്ലേ ക്ഷണം. വരുന്നവർക്കെല്ലാം വേണ്ടി കുടിയിറങ്ങി തരാൻ ഞാൻ അനന്തേട്ടന്റെ ആരാ? ലക്ഷ്മി, എല്ലാവർക്കും എല്ലാം അറിയാം. എന്നാലും അഭിനയിക്കണം. അടുക്കളക്കാരന് വരെ വിവാഹത്തിന് ക്ഷണമുണ്ടായിരുന്നു. ലക്ഷ്മിക്കില്ല. അന്തിക്കൂട്ടിനും കലയുടെ പേരും പറഞ്ഞ് പൊങ്ങച്ചത്തിനും ലക്ഷ്മി വേണം. മടുത്തു, എനിക്ക് മടുത്തു. അഭിനയിച്ച് താഴെയൊക്കെ ജോലിക്കാരുണ്ട്. എല്ലാരും കേക്കട്ടെ. ഓരോ തവണയും ഞാൻ നാണം കിടന്നത് അവര് കണ്ടിട്ടുണ്ട്. ഒരു വെപ്പാട്ടിയുടെ റോൾ അഭിനയിച്ച് എനിക്ക് മടുത്തു. വയ്യ, ഇനി വയ്യ. മിണ്ടരുത്, കൊന്നുകളയും ഞാൻ. ഒരു 3rd റേറ്റ് ക്യാബറ ഡാൻസറെ ഇവിടെ വരെ എത്തിച്ചത് കലാസ്നേഹം കൊണ്ടല്ല, സ്വാർത്ഥത കൊണ്ടാ. എന്റെ സുഖത്തിന് വേണ്ടിയാ. അർഹിക്കുന്നതിൽ കൂടുതൽ തന്നിട്ടുണ്ട്, ഇനിയും തരും. പക്ഷേ ഒരു ഭാര്യയുടെ അവകാശവും അധികാരവും കാണിച്ച് ഭരിക്കാൻ വരരുത്. എന്താണ് തരാ? ലക്ഷ്മി എവിടെ? ലക്ഷ്മി എവിടെയാണ്? നിങ്ങൾക്ക് എന്ത് പറ്റി അനന്തേട്ടാ? ലക്ഷ്മി എന്തിനാ ഇവിടെ തിരയുന്നത്? പിന്നെ എവിടെ തരണം? അനന്തേട്ടാ പ്ലീസ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെ ഞാൻ വന്നത്. അഭ്യാസം അനന്തനെടുത്ത് വേണ്ട. ഭാവതരുടെ മകനെ ഞാൻ വിളിച്ചു കയറ്റിയത് എന്റെ ബെഡ്റൂമിലേക്കല്ല. 4 ദിവസം ഞാനൊന്ന് മാറി നിന്നാൽ എന്റെ പെണ്ണ് നിന്റേതാകുമോ? എന്തൊക്കെ പ്ലാൻ ചെയ്തു? പ്രേമം, ഒളിച്ചോട്ടം, എല്ലാം എന്റെ തെറ്റാണ്. നിന്റെ ആൾക്കാർ ഓഫീസിൽ വന്ന് പറഞ്ഞപ്പോഴേ ഞാൻ റിയാക്ട് ചെയ്യേണ്ടതായിരുന്നു. വൈകിട്ടില്ല. അനന്തൻ ആരാണെന്ന് മനസ്സിലാക്കിയിട്ടേ നീ ഇവിടുന്ന് പിരിയൂ. താൻ ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് പിരിയാ. കുറെ നേരം ആയല്ലോ കിടന്ന് 1 മാൻ ഷോ കളിക്കുന്നു.
എന്താ കാര്യം? തന്റെ ഭാര്യ പിണങ്ങിപ്പോയോ? ഓ, ഭാര്യയല്ലല്ലോ, കീപ് വെപ്പാട്ടി. ഭാര്യയും കുടുംബമുള്ള തന്തയുടെ പ്രായമുള്ള തന്നെ ഇത്രയും കാലം അവള് സഹിച്ചത് പോരടോ. ഗതികേട് കൊണ്ടായിരിക്കും ഇത്രയും കാലം അവൾ തന്റെ കൂടെ കഴിഞ്ഞത്. അവൾ ആശിച്ചതൊന്നും താൻ കൊടുത്തിട്ടില്ല. പെണ്ണിന് ഭക്ഷണവും വസ്ത്രവും മാത്രം പോരാ, അവൾക്കൊണ്ടൊരു മനസ്സ്. ആ മനസ്സ് താൻ കണ്ടില്ല. തനിക്ക് അവളെ കിടപ്പറയിലെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ, എനിക്കതിന്റെ ആവശ്യമില്ല. ആർക്കും ചേക്കേറാനുള്ളതല്ല ദത്തന്റെ കിടപ്പറ, അവരെ പ്രതിഷ്ഠിക്കാനുള്ളതല്ല ദത്തന്റെ മനസ്സ്. മനസ്സിലായോ? Get out. എന്തൊക്കെയാ ലക്ഷ്മി ഇത്? അയാൾ നിങ്ങളെ തെരഞ്ഞ് ഇവിടെ ഒന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് പോയതേ ഉള്ളൂ. ഞാൻ കണ്ടു. ഈ സമയത്ത് കയറി വന്ന ഞാനും ശല്യം ചെയ്യുന്നു. എന്തായി പാതിരാത്രിയില്? ലക്ഷ്മിക്ക് എന്ത് പറ്റി? ആരോടെങ്കിലും ഉള്ളു തുറന്നു പറഞ്ഞ ഇത്രയെങ്കിലും ആശ്വാസം കിട്ടുമെന്ന് കൊതിച്ചാണ് ഞാൻ ദത്തന്റെ അടുത്ത് വന്നത്. എന്നെ മനസ്സിലാക്കാൻ ദത്തന് കഴിയുമല്ലോ. അനന്തേട്ടന്റെ ഉറക്കറയിലേ എനിക്ക് സ്ഥാനമുള്ളൂ. മനസ്സിലില്ല, കുടുംബത്തിലില്ല. തെരുവിലലഞ്ഞപ്പോ അനന്തന്റെ ഉറക്കറ സ്വർഗമാണെന്ന് തോന്നിയിരുന്നില്ലേ? ശരിയാണ്. പക്ഷെ ഒരു സ്ത്രീയുടെ സ്വപ്നം അവിടെ കൊണ്ട് അവസാനിക്കില്ലല്ലോ. കാമുകിയാകാൻ, ഭാര്യയാകാൻ, ഒരു കുഞ്ഞിന്റെ അമ്മയാവാൻ, അതിനൊക്കെ അവൾക്ക് കൊതിയില്ലേ? എനിക്ക് മടുത്തു. ലക്ഷ്മിയെ ആശ്വസിപ്പിക്കാൻ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ദുഃഖങ്ങൾ നമ്മുടെയൊക്കെ കൂടപ്പുറപ്പാണ്. നോക്ക്, എനിക്ക് ദുഃഖങ്ങളില്ലേ? ഒരിക്കൽ ഞാൻ തള്ളിപ്പറഞ്ഞ സംഗീതവും ജീവിതവും വീണ്ടെടുക്കാനാണ് ഞാൻ തിരിച്ചു വന്നത്. നമ്മുടെ നാട് സ്വർഗമാണെന്ന് തോന്നി. പക്ഷെ ഇവിടെ വന്നപ്പോ സ്വത്തിന് വേണ്ടി പട്ടികളെ പോലെ കടിപിടി കൂടുന്ന കുടുംബാംഗങ്ങൾ, അതിന്റെ തീയിൽ വെന്തുരുകുന്ന അച്ഛൻ, ഇവിടെയും സ്നേഹവും സംഗീതവും നിഷേധിക്കപ്പെടുകയാണ്. എനിക്കിപ്പോ തോന്നുന്നത് പാരീസിലെ തെരുവുകളാണ് ഇതിനേക്കാൾ ഭേദമെന്ന്. ഞാൻ ഉപദേശിക്കുകയല്ല, എല്ലാം വിധിയാണ് ലക്ഷ്മി. ഫെയ്റ്റ് ലൈൻ എന്നൊന്നുണ്ട്, അതിന്റെ നിയന്ത്രണം അദൃശ്യനായ ആരുടെ കയ്യിലാണ്. ചരട് പൊട്ടിയ വട്ടം പോലെ നാം പറക്കുന്നു, എങ്ങോട്ടോ എവിടേക്കോ. ഞാൻ ദത്തനെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. എല്ലാത്തിനും മാപ്പ്. നിങ്ങൾ ഇത്രയും തളരാൻ മാത്രം എന്തുണ്ടായി? എല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ അനന്തന്റെ കൂടെ ജീവിച്ചത്? നിങ്ങൾ വീട്ടിലേക്ക് പോകും, അയാൾ നിങ്ങളെ തെരഞ്ഞ് ഭ്രാന്ത് പിടിച്ച് ഓടുകയാവും. കുറെ നാളത്തേക്കെങ്കിലും നിങ്ങൾ എനിക്കൊരു നല്ല ഫ്രണ്ടായിരുന്നു. അതിന് നന്ദി. എന്നിലെ കലാകാരിയെ പ്രോത്സാഹിപ്പിച്ചതിനും നന്ദി. വരട്ടെ.